ഏതാ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഞണ്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്. വേറെ ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ മോൾക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഒരു വങ്കട, വലിയൊരു വങ്കട വാങ്ങി. ഇത് 150 രൂപ. ഞണ്ട് 150, 1/2 കിലോ. ഈ വങ്കട 200 രൂപ. ഇതെല്ലാം അറുത്ത് കഴുകി കണ്ടിച്ചെടുക്കട്ടെ. അങ്ങനെ മീനെല്ലാം അറുത്ത് കഴുകി ഞണ്ടിനെ കണ്ടിച്ച് വെച്ചു. വങ്കട കണ്ടിച്ചു. വങ്കടയുടെ പരുവാണ് ഈ മുട്ട. അത് കുറച്ച് മീനെടുത്ത് പൊരിക്കാനായിട്ട് പുരട്ടി വെച്ചു. കറി കലക്കി അടുക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കരിവേപ്പിലയും ഉലുവയും ഉപ്പും എല്ലാം ഇട്ട് അടുപ്പി വെച്ചതിനകത്ത് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കാം. പിന്നെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീനിട്ട് കൊടുക്കാം. തല ഞാൻ അതുപോലെ തന്നെ ഇട്ടേക്കും. മീനുകളെല്ലാം പറക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ചോണ്ടിരുന്ന് വേവട്ടെ. അല്ല, ചക്ക ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചക്കയും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതും വേവട്ടെ. നമുക്കിന്ന് ഞണ്ട് വെക്കുന്നത് കാണാമേ. ഞാൻ ഞണ്ട് തോരനാണ് വെക്കുന്നത്. ഒരു ശകലം മുളക് പൊടി, ഒരു ശകലം മസാല, ഒരു ചെറിയ സ്പൂൺ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശകലം മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനകത്തിട്ട് അതുപോലെ കൂടി ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. വേവാനുള്ള വെള്ളം. കുറച്ച് കരിവേപ്പില ഇടാം. അങ്ങനെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വയ്ക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. അങ്ങനെ ചക്ക വെന്ത് അരച്ചിട്ട് ഇനി അതിനെ ഇറക്കാറായി. അതിനെ ഇളക്കിയെടുക്കട്ടെ. അങ്ങനെ മീൻകറി അങ്ങനെ റെഡിയായി വറ്റി തിളച്ച് അങ്ങനെ അത് ഓഫാക്കി വെച്ചേക്കാണ്. നല്ല അടിപൊളി മീൻ കറിയാണ്. വങ്കട മീൻ. അങ്ങനെ കത്രിക്കയും വിഴുക്കുവരട്ടാൻ വെച്ചിരിക്കുകയാണ്. ഉപ്പേരി നമ്മൾ വിഴുക്കുവരട്ടി എന്നൊക്കെ പറയും. നിങ്ങളെ നാട്ടിൽ എന്തൊക്കെയാണ് പറയണതെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളെ നാട്ടിൽ പറയും വിഴുക്ക് പുരട്ടി, ഉപ്പേരി എന്നെല്ലാം പറയും. ഞണ്ട് ഇവിടെ ഇരുന്ന് തിളക്കുകയാണ്. തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യും. അങ്ങനെ ഞണ്ടിൻ്റെ വെള്ളം എല്ലാം വറ്റി. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഞണ്ട് തോരനാണ് വയ്ക്കുന്നത്. അല്ലാതെ മല്ലിപ്പൊടി മുളകുപൊടിയൊക്കെ ഇട്ട് ഇറച്ചി വയ്ക്കും കണക്ക് വറ്റിച്ചും വയ്ക്കും. ഇന്നിപ്പോൾ ഞാൻ തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കും. മീൻ കറിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തോരനാക്കാൻ പോകും. അപ്പം തേങ്ങയും കൂടെ ഇരുന്ന് തേങ്ങാപ്പാലെല്ലാം അതിനകത്തോട്ട് പിടിച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ നന്നായിട്ട് വെള്ളം വറ്റിയുമ്പോൾ എണ്ണ ഒഴിച്ച് തോത്തിയിറക്കാം. അപ്പം വിഴുക്കുവരട്ടി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. കത്രിക്ക വിഴുക്കുവരട്ടി ആയിക്കൊണ്ട് അടുത്ത് നമുക്ക് മീൻ പൊരിക്കാം. ഇന്നും താമസിച്ചു പോയി. 1 മണിയാവാറായി. വാപ്പാക്കൊന്നും സുഖമില്ലാതായി. മീനൊക്കെ പൊരിക്കാൻ അങ്ങനെ നമുക്ക് മീൻ മറിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഒരുപാട് താമസിച്ച്. പിന്നെ വാപ്പാക്ക് സുഖമില്ലായിരുന്നു. ഇപ്പോൾ തന്നെ 1 മണിയോളമായി. വാപ്പാക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വാപ്പാക്ക് ഭയങ്കര ശ്വാസം മുട്ടും കഫക്കെട്ടും ചുമയും അങ്ങനെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ വാങ്ങി
20 മിനിറ്റ് ഇടവിട്ട് ആവി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആവിയൊക്കെ കൊടുത്തൊക്കെ വന്നപ്പം മരുന്ന് ഗുളിക കൊടുത്തിട്ട് ഒരുപാട് താമസിച്ച് കഴിഞ്ഞിട്ട് വന്നാണ്. ഇന്ന് ചന്ത ദിവസമായിരുന്നു, ഞായറാഴ്ച ചന്തയായിരുന്നു. അങ്ങനെ ചന്തയിൽ കയറി മീനെല്ലാം വാങ്ങിക്കൊണ്ട് അപ്പം കൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെയാണ് ആവിയെല്ലാം കൊടുത്തതിന് ശേഷമാണ് പിന്നെ വേവിക്കാനായിട്ട് കയറിയത്. അപ്പം നമ്മൾ ഞണ്ട് വറ്റി, വെള്ളം വറ്റി നമുക്ക് ഇളക്കിയെടുക്കാം. തേങ്ങയും കൂടി ഇട്ട് വയ്ക്കുമ്പോൾ നല്ല രുചിയാണ്. തോരനായത് ഞണ്ട് തോരൻ. നിങ്ങളാരെങ്കിലും ഞണ്ട് തോരൻ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. നല്ല രുചിയാണ്. ഇങ്ങനെ ഞണ്ട് തോരൻ വെക്കുന്നത് നല്ല രുചിയാണ്. ഇപ്പം നമ്മൾ അരപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അരപ്പ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടത് വേവിച്ചതിന് ശേഷം വേവിക്കാൻ തന്നെ ഇതിനകത്ത് അതിൻ്റെ എല്ലാം കയറി. പിന്നെ തേങ്ങയും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആകും. നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഉപ്പും എരിവും എല്ലാം നോക്കിക്കൊണ്ടത് എൻ്റെ പാകത്തിനാണ്. ഞാൻ നമ്മളെ വീട്ടിലെ എരിവിനനുസരിച്ചാണ് ഞാൻ ഈ എരിവെല്ലാം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് എരിവെല്ലാം ചേർക്കാം. മുളക് പൊടിയുടെ അളവും പച്ചമുളകിൻ്റെ അളവും എല്ലാം നിങ്ങൾക്ക് നിങ്ങളെ എരിവനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യും. കുറച്ച് നേരം കൂടെ ചെറുതീയിൽ കിടക്കട്ടെ. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ശകല നേരം കൂടെ അടച്ച് വെക്കും. അങ്ങനെ നമ്മൾ ആ മുട്ടപ്പരുവിനെടുത്ത് മീൻ പൊരിച്ച ചട്ടിയിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനകത്തോട്ട് തന്നെ ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ല വലിയ പരു, നല്ല മുട്ട, കരളും ഉണ്ട്. കരളുമുട്ടും കൂടെ വേവിക്കാൻ വെച്ചൊക്കെയാണ്. നമ്മളുടെ ഉച്ചയൂണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ചോറ്, ചക്ക, നമ്മുടെ സ്പെഷ്യൽ ഞണ്ട് തോരൻ. ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് തോരനാണ്. ഞണ്ട് തോരൻ, കത്തിരിക്ക വിഴുക്ക് പുരട്ടി, മീൻ കറി, മീൻ പൊരിച്ചത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണ്. ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ബൈ, താങ്ക് യു.